തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിങ്ഫിഷർ ട്രെയിനിംഗ് അക്കാദമിയാണ്. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയുടെ അറ്റകുറ്റപ്പണി സർക്കാർ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനമായതായി ജില്ലാ കളക്ടർ MS ജയ. ജില്ലയിലെ തകർന്ന റോഡുകളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തും. തൃശൂർ വാടാനപ്പള്ളി ലിങ്ക് റോഡ് വികസന നടപടികൾ ഊർജിതമാക്കാൻ തീരുമാനം. റോഡിന്റെ വീതി 17 മീറ്ററായി വർദ്ധിപ്പിക്കാനാണ് ധാരണ. പുണ്യങ്ങളുടെ നിറവിൽ മുസ്ലിം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആയിരങ്ങളെത്തി. ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി ഗീതാ റാണി ഉൾപ്പെടെ 4 പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയുടെ അറ്റകുറ്റപ്പണി സർക്കാർ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനമായതായി ജില്ലാ കളക്ടർ MS ജയ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഇതിനായി 14 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച ഓർഡർ ലഭിച്ചാലുടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള നടപടി സ്വീകരിക്കും. അതോറിറ്റി പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. അവരത് ചെയ്യാമെന്ന് പറഞ്ഞത് ഇന്നലെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു, പ്രോജക്റ്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ ഓഗസ്റ്റ് 15 ഡേറ്റ് പറഞ്ഞത്, അന്നേക്ക് ഞങ്ങൾ തീർക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും അവർ ചെയ്താലും ഇല്ലെങ്കിലും അതിന് തുടർച്ചയായിട്ട് ഗവൺമെൻറ് ഓഫ് കേരള തന്നെ താല്പര്യം എടുത്തിട്ട് ഒരു വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഇന്നലത്തെ ക്യാബിനറ്റിൽ തീരുമാനമായിട്ടുണ്ട്. അത് ഉടനെ തന്നെ നമുക്ക് തിങ്കളാഴ്ച തന്നെ അതിൻ്റെ ഡയറക്ഷൻ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ നമ്മൾ ബാക്കി അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ദേശീയപാത അതോറിറ്റി നടത്താമെന്നേറ്റ അറ്റകുറ്റപ്പണികൾ കാര്യക്ഷമമല്ല. അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ചേർന്ന യോഗത്തിൽ വാളയാർ മുതൽ മണ്ണുത്തി വരെ റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവർത്തനങ്ങൾ 15-നകം തീർക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പ് നൽകിയിരുന്നു. ജില്ലയിലെ റോഡിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് 19-ന് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരും. മണ്ണുത്തി മുതൽ ചുവന്ന മണ്ണ് വരെ 11 കിലോമീറ്ററും വാണിയമ്പാറ മുതൽ വടക്കാഞ്ചേരി വരെയുള്ള 10 കിലോമീറ്ററുമാണ് സർക്കാർ അറ്റകുറ്റപ്പണികൾ നടത്തുക. ജില്ലയിലെ തകർന്ന റോഡുകളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഒരുങ്ങുന്നു. 1 വർഷം മുൻപ് പണി പൂർത്തിയായ ശേഷം തകർന്ന റോഡുകളെക്കുറിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളുടെ തകർച്ചയും യാത്രാക്ലേശത്തിനെതിരെ ഹൈക്കോടതിയുടെ ഇടപെടലും തൃശൂർ പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ ആരംഭിച്ച അനിശ്ചിതകാല പണിമുടക്കുമാണ് റോഡുകളുടെ നിർമ്മാണം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് സർക്കാരിന്റെ കണ്ണ് തുറപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ഈ മാസം 19-ന് തൃശൂരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സിറ്റിംഗ് നടക്കും. യോഗത്തിൽ ജില്ലയിലെ ജനപ്രതിനിധികൾ പങ്കെടുക്കും. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുമരാമത്ത് വകുപ്പ്, NHI എന്നിവർ നടത്തിയ റോഡ് നിർമ്മാണത്തിന്റെ അപാകതകളും യോഗത്തിൽ ചർച്ച ചെയ്യും. തൃശൂർ പാലക്കാട് ദേശീയപാതയുടെ തകർച്ച പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തേക്കും. തൃശൂർ പാലക്കാട് PG റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തുന്ന സമരം 8 ദിവസം പിന്നിട്ടു. തൃശൂർ പാലക്കാട് ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. ബസ് സമരം അനിശ്ചിതത്വമായി തുടരുന്നത് യാത്രക്കാരെ സാരമായി ബാധിച്ചു. അതേസമയം ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും ഈ മാസം 13-ന് സൂചനാ പണിമുടക്ക് നടത്തും. പണിമുടക്കിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ ഉച്ചകഴിഞ്ഞ് 2-ന് തൊഴിലാളി യൂണിയനുകളും 4 മണിക്ക് തൊഴിൽ ഉടമകളും യോഗം ചേരും. തൃശൂർ വാടാനപ്പള്ളി ലിങ്ക് റോഡ് വികസന നടപടികൾ ഊർജിതമാക്കാൻ കളക്ടറുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനിച്ചു. പടിഞ്ഞാറേക്കോട്ട മുതൽ വാടാനപ്പള്ളി വരെയുള്ള റോഡിന്റെ വികസന നടപടികൾ ഉടനെ ആരംഭിക്കാനാണ് യോഗത്തിൽ ധാരണയായത്. പടിഞ്ഞാറേക്കോട്ട മുതൽ ചുങ്കം വരെയുള്ള മേഖല കൂടി ഉൾപ്പെടുത്തിയാണ് വികസന നടപടികൾക്ക് തുടക്കമാകുക. 17 മീറ്ററായി റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാനാണ് ധാരണ. സ്ഥലം ഏറ്റെടുക്കുന്നവർക്കായി നഷ്ടപരിഹാരവും പുനരധിവാസ നടപടികളും സ്വീകരിക്കും. ഇതിനായി പ്രത്യേക യോഗം ഉടനെ വിളിച്ചു ചേർക്കും. തൃശൂരിൽ നിന്നും ദേശീയപാത 17-ൽ സംഗമിക്കുന്ന ലിങ്ക് റോഡാണ് ഇപ്രകാരം വിഭാവനം ചെയ്തിട്ടുള്ളത്. MLA-മാരായ തേറമ്പിൽ രാമകൃഷ്ണൻ, PA മാധവൻ, മുൻ MLA മുരളി പെരുന്നെല്ലി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾ എന്നിവർ
കളക്ടർ MS ജയയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ മോഡൽ റോഡിന്റെ തുടർ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. ചുങ്കം മുതൽ സ്വരാജ് റൗണ്ട് വരെയുള്ള റോഡ് വികസനം സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. സ്ഥലമുടമകളുടെ സഹകരണം റോഡ് വികസനത്തിൽ അനിവാര്യമാണ്. ഇതിന് 37 പേർ സമ്മതം നൽകിയിട്ടുണ്ട്. 11 പേരുടെ സ്ഥലം ഏറ്റെടുക്കാൻ നടപടിയായി കഴിഞ്ഞു. 13 പേർ കൂടി സ്ഥലം വിട്ടു നൽകേണ്ടതായുണ്ട്. ഇവരുമായി ചർച്ച നടത്തി മോഡൽ റോഡ് വികസനം സാധ്യമാക്കാനാണ് യോഗത്തിൽ തീരുമാനമായത്. ന്യൂസ് ഡെസ്ക് TCV. പുണ്യങ്ങളുടെ നിറവിൽ മുസ്ലിം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ആത്മസംസ്കരണത്തിൻ്റെയും ഹൃദയവിശുദ്ധിയുടെയും ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം സ്നേഹവും സൗഹൃദവും സന്തോഷവും പങ്കുവച്ചാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. ഫിത്തർ സക്കാത്ത് വിതരണത്തിന് ശേഷം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിനായി പള്ളികളിലും ഈദ്ഗാഹുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്കായി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. തൃശൂർ സിറ്റി സെന്ററിൽ നടന്ന ഈദ്ഗാഹിന് ഹിറ മസ്ജിദ് ഖത്തീബ് TP ഷറഫുദ്ദീൻ മൗലവി നേതൃത്വം നൽകി. തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി സന്നത്ത് ജമാഅത്ത് ജുമാ മസ്ജിദിലും തൃശൂർ MIC മസ്ജിദിലും വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ചെട്ടിയങ്ങാടി പള്ളിയിൽ നടന്ന ഈദ് നമസ്കാരത്തിന് അബ്ദുഷുക്കൂർ മൗലവിയും MIC മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് മുഹമ്മദ് ഫൈസി ഓണംപിള്ളിയും നേതൃത്വം നൽകി. ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നാളെയും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. താരസമ്പുഷ്ടമായ സിനിമകളുമായാണ് ഈ വർഷം തിയേറ്ററുകൾ റംസാനെ വരവേൽക്കുന്നത്. യുവതാരങ്ങൾക്കൊപ്പം വൻ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് മലയാള സിനിമ. ഹിന്ദി, തമിഴ് ഭാഷകളിലേതുൾപ്പെടെ 6ഓളം സിനിമകളാണ് റംസാനിൽ തിയേറ്ററുകൾ കീഴടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ തകർത്താടിയപ്പോൾ ഇത്തവണ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ മത്സരരംഗത്ത് കുറവാണെന്ന് പറയാം. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മത്സര രംഗത്തില്ല എന്നതും പാപ്പയും മകനും തിയേറ്ററുകളിൽ മത്സരിക്കുവാൻ എത്തുന്നു എന്നതും സിനിമാ മേഖലയിൽ വാർത്തയാവുകയാണ്. ഈ ജർമ്മൻ ഭാഷ എന്ന് പറയുന്ന ഒരു പന്ന ഭാഷ. നിനക്ക് ഇപ്പോഴും ജർമ്മൻ അങ്ങോട്ട് വഴങ്ങിയിട്ടില്ലല്ലോ. എന്നാലും നല്ല ഇതാ. മമ്മൂട്ടി രഞ്ജിത്ത് ടീമിന്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ കടൽ കടന്നൊരു മാത്തുക്കുട്ടി വമ്പൻ പ്രതീക്ഷയോടെയാണ് പ്രദർശനത്തിനെത്തുന്നത്. പ്രാഞ്ചിയേട്ടൻ നേടിയ ഹിറ്റിന് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ പുതിയ രൂപത്തിലാണ് മമ്മൂട്ടി എത്തുന്നത്. മോഹൻലാൽ, ദിലീപ് എന്നിവർ അതിഥി വേഷത്തിൽ എത്തുന്നുവെന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. പൃഥ്വിരാജിന്റെ നിർമ്മാണ കമ്പനിയായ ഓഗസ്റ്റ് ഫിലിംസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. എന്നാൽ എനിക്ക് ചോദ്യങ്ങളില്ലായിരുന്നു. ചാപ്പാക്കുരിശ് എന്ന ചിത്രത്തിന് ശേഷം മലയാളത്തിലെ ആദ്യ സഞ്ചാര ചിത്രവുമായി എത്തുകയാണ് സമീർ താഹിർ. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാനും സണ്ണി വെയിനുമാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും നാഗാലാൻഡിലേക്ക് 2 ചെറുപ്പക്കാർ സൈക്കിളിൽ നടത്തുന്ന യാത്രയും അതിനിടയിലെ സംഭവ വികാസങ്ങളുമാണ് കഥയുടെ ഇതിവൃത്തം. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളെ പശ്ചാത്തലമാക്കിയുള്ള ഈ ചിത്രം മലയാള സിനിമയ്ക്ക് പുത്തൻ പ്രതീക്ഷ നൽകുന്നു. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ്. Because my life is beyond my control. തന്റെ 13ാം പോലീസ് വേഷത്തിലൂടെയാണ് പൃഥ്വിരാജ് ചിത്രമെത്തുന്നത്. ജിത്തു ജോസഫ് സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ മദ്യത്തിന് അടിമയായ പോലീസ് ഓഫീസറെയാണ് പൃഥ്വി അവതരിപ്പിക്കുന്നത്. മേഘന രാജാണ് നായിക. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയുമാണ് ലാൽ ജോസിന്റെ പെരുന്നാൾ ചിത്രം. കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന 4 സഹോദരന്മാരുടെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ നമിത പ്രമോദാണ് നായിക. ഇതേസമയം തമിഴ് ചിത്രമായ തലൈവയെയും ഹിന്ദി ചിത്രമായ ചെന്നൈ എക്സ്പ്രസിനെയും മലയാള സിനിമകൾ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ മാസം 5 മലയാള സിനിമകൾ റിലീസ് ചെയ്തപ്പോൾ തമിഴിൽ നിന്നും എത്തിയ സൂര്യയുടെ സിംഹം 2 വൻ തുകയാണ് കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തത്. സിനിമകളുടെ എണ്ണത്തിൽ മലയാള സിനിമ മുന്നിലാണെങ്കിലും ഇതിലെത്ര സിനിമകൾ ലാഭം കൊയ്യുന്നുവെന്നതും സിനിമയുടെ നിലവാരവും ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് സംവിധായകൻ പ്രിയനന്ദനൻ പറയുന്നു. നിലവാരം കൂടുന്ന സിനിമകൾ ഒരു പക്ഷേ ചിലപ്പോൾ മാർക്കറ്റിൽ വിജയിക്കാറില്ല. അപ്പം മാർക്കറ്റിൽ വിജയിക്കുന്ന പല സിനിമകൾക്കും നിലവാരം ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് കാലം വരെ, അടുത്ത കാലം വരെ
സാറ്റലൈറ്റിനെ ആശ്രയിച്ചിട്ടാണ്. കാരണം തിയേറ്ററിലെ വിജയം അല്ല എങ്കിൽ പോലും സാറ്റലൈറ്റിൽ കൊണ്ട് വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ്. കൾച്ചറൽ ഡെസ്ക് TC. ഇന്ത്യ തടവ് മിസ്സാകാതെ. തൃശൂർ സിറ്റി സെന്ററിൽ നടന്ന ഈദ്ഗാഹിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി ചെറിയ പെരുന്നാളിന്റെ ആശംസകളുമായി പ്രമുഖരും സത്സംഗ് പ്രവർത്തകരും എത്തി. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ, അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, മേയർ IP പോൾ, IGS ഗോപിനാഥ്, ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത്, പ്രൊഫസർ M മാധവൻകുട്ടി എന്നിവരാണ് ഇസ്ലാം മത വിശ്വാസികൾക്ക് ഈദ്ഗാഹിലെത്തി ആശംസകൾ നേർന്നത്. പരസ്പരം ആശ്ലേഷിച്ചും പൂക്കൾ നൽകിയും പ്രമുഖർ സൗഹൃദം പങ്കിട്ടപ്പോൾ അത് മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശമായി മാറുകയായിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ 4 പ്രതികളുടെ അറസ്റ്റ് കൂടി തൃശൂർ വെസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ആലപ്പുഴ ചെട്ടിക്കുളങ്ങര ഗീത രാജഗോപാൽ എന്ന ഗീത റാണി, തൃശൂർ പൂമല കാരാത്ര വീട്ടിൽ ജോയ്, ഇരിങ്ങാലക്കുട പടിയൂർ കോലത്ത് വീട്ടിൽ രാധ എന്ന രാധാകൃഷ്ണൻ, വാടനപ്പള്ളി പുതിയ വീട്ടിൽ ഉമ്മർ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കേസിലെ മറ്റ് 2 പ്രതികളായ അയ്യന്തോൾ വല്ലത്ത് വീട്ടിൽ ഉഷാകുമാരി, ആലപ്പാട് ഇഴുവപ്പാടിയിൽ പ്രജിത എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ബാങ്കുകൾ, എയർഫോഴ്സ്, മിലിറ്ററി, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, സ്കൂളുകൾ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കും വിദേശത്തേക്കും ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വൻ തുക കൈപ്പറ്റി തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇവർ പിടിയിലായത്. പൊള്ളാച്ചിയിലേക്ക് കടന്ന പ്രതികളെ തൃശൂർ പോലീസ് മേധാവി P. പ്രകാശ്, ACPമാരായ ചന്ദൻ ചൌധരി, ഷാഹുൽ ഹമീദ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം വെസ്റ്റ് CI A. രാമചന്ദ്രൻ, SI BS സൂരജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ്, ജിജി, ബിജു, ആൻഡോ ഫ്രാൻസിസ്, ടോണി വർഗീസ്, പ്രസാദ്, ഗീത, സവിത റാം എന്നിവരടങ്ങിയ സംഘമാണ് പിടികൂടിയത്. ഉന്നത ബന്ധങ്ങളും ഉന്നത സ്വാധീനങ്ങളും ഉണ്ടെന്ന് ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പെന്ന് പോലീസ് പറഞ്ഞു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പ്രൊബേഷണറി ഓഫീസർ, എയർഫോഴ്സിൽ എയർമാൻ, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്ലാർക്ക്, ചവറ ടൈറ്റാനിയത്തിൽ ക്ലാർക്ക്, ഇന്ത്യൻ റെയിൽവേയിൽ ക്ലാർക്ക്, വിവിധ സ്കൂളുകളിൽ അധ്യാപകർ എന്നിങ്ങനെയുള്ള ജോലികൾ വാഗ്ദാനം ചെയ്താണ് പ്രതികൾ വൻ തുകകൾ തട്ടിച്ചത്. ഇതിനായി ഇവർ സ്ഥാപനങ്ങളുടെ വ്യാജരേഖകളും മറ്റും നിർമ്മിച്ചിരുന്നു. ഗീതാ റാണിയുടെയും സംഘത്തിന്റെയും പേരിൽ തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട്. ഈ കേസുകളിൽ ജാമ്യമെടുത്ത് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലായി തട്ടിപ്പ് നടത്തിവരികയായിരുന്നു. അന്യസംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് നടത്താനും പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറഞ്ഞു. തട്ടിപ്പ്, വഞ്ചന, വ്യാജരേഖകൾ നിർമ്മിക്കൽ തുടങ്ങിയ കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCB. വിദ്യാസമ്പന്നരായ ഉദ്യോഗാർത്ഥികളടക്കമുള്ളവർക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് പതിച്ചു നൽകിയാണ് ഗീതാ റാണിയും സംഘവും 2 പതിറ്റാണ്ടായി നിയമന തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. ഇക്കാലമത്രയും സംസ്ഥാനത്തുടനീളം ഇവർ നടത്തിയത് കോടികളുടെ നിയമന തട്ടിപ്പാണ്. ഇവർക്ക് ഇരയായവരിൽ ബഹുഭൂരിപക്ഷം പേരും വിദ്യാസമ്പന്നരായ ഉദ്യോഗാർത്ഥികളാണ്. ആലപ്പുഴ ചെട്ടിക്കുളങ്ങര സ്വദേശിനിയായ ഗീതാ റാണിയാണ് തട്ടിപ്പിലെ മുഖ്യപ്രതി. 20 വർഷത്തോളമായി ഭർത്താവുമായി പിണങ്ങി മാറി താമസിക്കുന്ന ഗീതാ റാണി സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളം പലരുമായി ചങ്ങാത്തം കൂടി കോടികൾ തട്ടിയിട്ടുണ്ട്. പൊതുവെ സൗമ്യമായി ഇടപഴകി ആളുകളുടെ ആവശ്യം മനസ്സിലാക്കിയാണ് ഇവർ തട്ടിപ്പിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത്. ജില്ലയിൽ 4ഓളം കേസുകളാണ് ഇവർക്കെതിരെ നിലവിലുള്ളത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്തും വിവേകോദയം സ്കൂളിൽ അധ്യാപക ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ദിലീപ്, രാജേഷ് എന്നിവരിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയതിനുമാണ് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസുകളുള്ളത്. കൂടാതെ 2006 റെയിൽവേ റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് നടത്തിയതിന് തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷനിലും, വിസ തട്ടിപ്പ് നടത്തിയതിന് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലും, മിലിറ്ററി റിക്രൂട്ട്മെന്റ് തട്ടിപ്പിന് എറണാകുളം കാക്കനാട് സ്റ്റേഷനിലും കേസുകളുണ്ട്. കൊട്ടാരക്കരയിൽ വിസ തട്ടിപ്പിനും, ഏഴുകോണിൽ മിലിറ്ററി റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് നടത്തിയതിനും, കളമശ്ശേരി, തൃക്കാക്കര, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വിസ തട്ടിപ്പ് കേസിനും, 2007 മിലിറ്ററി റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് നടത്തിയതിന് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലും കേസുകൾ നിലവിലുണ്ട്. ഈ കേസുകളിൽ ജാമ്യം എടുത്ത ശേഷം സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിച്ചു വരികയായിരുന്നു. പല സ്ഥലങ്ങളിലും പല സംഘങ്ങളെയാണ് ഗീതാ റാണി തട്ടിപ്പിനായി ഉപയോഗിച്ചത്. ബാങ്കുകളിലെ മാനേജർ തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉദ്യോഗാർത്ഥികളെ കൊണ്ട് വ്യാജ രജിസ്റ്ററുകളിൽ ഒപ്പിടിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. ബാങ്കുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്കായി വ്യാജ അപ്പോയിന്റ്മെന്റ് ലെറ്ററുകളാണ് നിർമ്മിച്ചു നൽകിയിരുന്നത്. തട്ടിപ്പിന്റെ ഭാഗമായി ഗീതാ റാണിയും സംഘവും പല സ്ഥലങ്ങളിലും വീടുകൾ വാടകയ്ക്കെടുത്ത് പദ്ധതി ആസൂത്രണം ചെയ്തു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ കോൾ പിന്തുടർന്നാണ് പൊള്ളാച്ചിയിലെ ലോഡ്ജിൽ നിന്ന് സംഘത്തെ പിടികൂടിയത്. ഉഷാകുമാരിയും ജോയിയുമാണ് ഗീതാ റാണിക്കും ഉദ്യോഗാർത്ഥികൾക്കുമിടയിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചത്. ഇങ്ങനെ അധ്യാപക നിയമനം വാഗ്ദാനം ചെയ്ത് 8 മുതൽ 14 ലക്ഷം രൂപ വരെയാണ് ഇവർ ആളുകളിൽ നിന്ന് തട്ടിയത്.
പിന്നീട് ഇവർക്ക് നൽകുന്നത് വ്യാജ നിയമനോത്തരവും. പ്രതികൾ പിടിയിലായതോടെ ജില്ലയിൽ തട്ടിപ്പിനിരയായവരുടെ പരാതികൾ ഇനിയും വർദ്ധിക്കാനിടയുണ്ട്. ഇന്റർപോളിന്റെ പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഗീതാറാണി സംഘം ചേർന്ന് നടത്തിയ വിസ തട്ടിപ്പ് കേസുകൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV. കോടികളുടെ തട്ടിപ്പ് കേസിൽ തൃശൂരിൽ പിടിയിലായ ഗീതാറാണി ആദ്യം വഞ്ചിച്ചത് സ്വന്തം ഭർത്താവിനെയായിരുന്നു. കൊച്ചുകുളങ്ങര സ്കൂളിൽ ക്ലർക്കായി ജോലിക്കെത്തിയ ഗീതാറാണി സ്കൂളിലെ രാജഗോപാൽ എന്നയാളെ പരിചയപ്പെടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ബിസിനസ്സുകാരനായ രാജഗോപാൽ അറിയാതെ പല ചെക്കുകളും തിരിമറി നടത്തിയാണ് തട്ടിപ്പിന് തുടക്കം കുറിക്കുന്നത്. സ്കൂളിൽ അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് ഗീതാറാണി നിരവധി പേരിൽ നിന്ന് പണം വാങ്ങി ജോലി നൽകാതെ മുങ്ങുകയായിരുന്നു. രാജഗോപാലുമായുള്ള ബന്ധം പിന്നീട് ഒഴിവാക്കിയ ഗീതാറാണി കൊച്ചുകുളങ്ങരയിലെ സന്തോഷ് എന്നയാളുമായി കൂട്ടുചേർന്ന് തട്ടിപ്പ് വ്യാപകമാക്കി. സന്തോഷും ഗീതാറാണിയും ചേർന്ന് മിലിറ്ററിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി യുവാക്കളിൽ നിന്ന് 20,000 രൂപ ഈടാക്കി യുവാക്കളെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ച ശേഷം ഗീതാറാണിയും സംഘവും മുങ്ങുകയായിരുന്നു. ആലപ്പുഴ പോലീസ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീതാറാണിയുടെയും സംഘത്തിന്റെയും വാക്ക് വിശ്വസിച്ച് ബോർഡ് പരീക്ഷകൾ ഒന്നും എഴുതാതെ എളുപ്പത്തിൽ ജോലി നേടാൻ ആഗ്രഹിച്ച യുവതി-യുവാക്കൾ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. പത്രങ്ങളിൽ വരുന്ന ബാങ്കുകളുടെയും എയർഫോഴ്സിന്റെയും പരസ്യങ്ങൾ ഉപയോഗിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തിയിരുന്നത്. ഗീത രാജഗോപാൽ, ഗീത റാണി, ഗീത കുമാരി, ഗീത എന്ന പേരുകളിലാണ് ഗീതാറാണിയും സംഘവും തട്ടിപ്പ് നടത്തിയിരുന്നത്. 2006 തമ്പാനൂർ പോലീസിന്റെ പിടിയിലായ ഗീതാറാണി ജാമ്യമെടുത്ത് മുങ്ങിയ ശേഷം 4 പുരുഷന്മാരെയും കൂട്ടി തട്ടിപ്പ് വീണ്ടും വിപുലപ്പെടുത്തി. തട്ടിപ്പിന് ഇടനിലക്കാരികളായി അതാത് പ്രദേശത്തെ സ്ത്രീകളെയും സംഘത്തിൽ ചേർത്തിരുന്നു. റെയിൽവേ റിക്രൂട്ട്മെന്റിന്റെ പേരിൽ തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ്. തട്ടിപ്പിന് ഇരയാകുന്നവർക്ക് അപേക്ഷാ ഫോമും നിയമന ഉത്തരവും സംഘങ്ങൾ തന്നെ വ്യാജമായി അച്ചടിച്ചാണ് നൽകിയിരുന്നത്. സംഘത്തിലെ ഓരോരുത്തരും തങ്ങളുടെ റോൾ ഭംഗിയായി ചെയ്യുന്നതാണ് പലരും തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ അകപ്പെടാൻ കാരണമാകുന്നതെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ നഗരവികസന അതോറിറ്റി നടപ്പാക്കുന്ന നഗര നവീകരണ പദ്ധതിയുടെ പ്രാഥമിക ചർച്ചകൾക്കായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിദഗ്ധ സംഘം നാളെ വൈകിട്ട് തൃശൂരിലെത്തും. ശനിയാഴ്ച രാവിലെ 9:30 എലൈറ്റ് ഇന്റർനാഷണലിൽ വിദഗ്ധരുമായി ചർച്ച നടത്തും. തൃശൂർ നഗരവികസന അതോറിറ്റി ചെയർമാൻ K. രാധാകൃഷ്ണൻ, മേയർ IP പോൾ തുടങ്ങിയവർ പങ്കെടുക്കും. സ്വരാജ് റൗണ്ടിന് ചുറ്റും 150 മീറ്റർ ദൂരം വരെയുള്ള പഴയ വാണിജ്യ കേന്ദ്രങ്ങളും കെട്ടിടങ്ങളും ഡൽഹി കൊണാട്ട് പ്ലേസിന്റെ മാതൃകയിൽ പുതുക്കി പണിയുന്നതിനാണ് അതോറിറ്റി ലക്ഷ്യമിടുന്നത്. നഗര നവീകരണ പദ്ധതി ചർച്ചയ്ക്ക് ശേഷം തൊഴിൽ വൈദഗ്ധ്യ പരിശീലന പദ്ധതി, വെബ് പോർട്ടൽ തയ്യാറാക്കൽ എന്നീ പദ്ധതികൾ സംബന്ധിച്ചും ചർച്ച നടക്കും. ടോൾ കൊള്ളയ്ക്കെതിരെ BJP നടത്തുന്ന പ്രതിരോധ ശൃംഖല നാളെ വൈകിട്ട് 5 മണിക്ക് പാലിയേക്കര ടോൾ പ്ലാസ മുതൽ തൃശൂർ കോർപ്പറേഷൻ വരെയാണ് പ്രതിരോധ ശൃംഖല സംഘടിപ്പിച്ചിരിക്കുന്നത്. 13 കിലോമീറ്റർ നീളത്തിൽ നടത്തുന്ന സമരപരിപാടിയിൽ 15,000-ഓളം പേർ അണിചേരും. BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ തൃശൂർ കോർപ്പറേഷൻ പരിസരത്ത് പ്രതിരോധ ശൃംഖല ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, ഡോക്ടർമാർ അപ്രേം മെത്രാപ്പൊലീത്ത, മാർ ഔസേബിയോസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, സ്വാമി വിശുദ്ധാനന്ദപുരി, സാറ ജോസഫ്, മാടമ്പ് കുഞ്ഞുകുട്ടൻ, CR നീലകണ്ഠൻ തുടങ്ങിയവർ പ്രതിരോധ ശൃംഖലയിൽ അണിനിരക്കും. സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുക, ടോൾ പ്ലാസ പൊളിച്ചു നീക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിരോധ ശൃംഖല തീർക്കുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് അറിയിച്ചു. TCV കുന്നംകുളം റിപ്പോർട്ടർ ജോസിനെ പോലീസ് കയ്യേറ്റം ചെയ്തു. കൊരട്ടിക്കരയിൽ വെച്ചാണ് സംഭവം. ഹൈവേ പോലീസ് SI V. A. രാജനാണ് മർദ്ദിച്ചത്. പോലീസ് പണം പിരിക്കുന്നത് ക്യാമറയിൽ പകർത്തുന്നതിനിടെയാണ് മർദ്ദനം. CCTV ക്യാമറമാൻ മിഥുനും മർദ്ദനമേറ്റിട്ടുണ്ട്. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിൽ SI വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും സിവിൽ പോലീസ് ഓഫീസർ ചാർജ് എഴുതി നൽകുകയുമാണ് ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ SI V. A. രാജൻ ക്യാമറ തട്ടിമാറ്റുകയും ഇരുവരെയും മർദ്ദിക്കുകയുമായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാ വാഹന പ്രചാരണ ജാഥ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി സുജ ആന്റണി, PD റാഫേൽ, PK ഉണ്ണികൃഷ്ണൻ, CV നിക്സൺ, മാർട്ടിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു.
വിയ്യൂരിലെ 2 വീടുകളിൽ വാതിലുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളായ അരുൺ രാജ്, മണി എന്നിവരെയാണ് വിയ്യൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരൂരിൽ വാടക വീടെടുത്ത് താമസിച്ചാണ് മോഷണം നടത്തിയിരുന്നത്. വിയ്യൂർ പാണ്ടിക്കാവ് രാജീവന്റെ വീട്ടിലും സമാജം റോഡിലുള്ള തേക്കാനത്ത് ദേവസ്വയുടെ വീടുകളിലുമാണ് പ്രതികൾ മോഷണം നടത്തിയത്. കോയമ്പത്തൂരും സേലത്തുമായി അരുൺ രാജിന്റെ പേരിൽ നിരവധി മോഷണ കേസുകളുണ്ട്. വിയ്യൂർ അഡീഷണൽ SI മോഹൻദാസ്, ASI ഗിരിജ വല്ലഭൻ, സീനിയർ CPOമാരായ PR ആനന്ദൻ, വിനയ്കുമാർ, CPOമാരായ ബിനു ഡേവിസ്, ജിജേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. യുവാവിനെ കാണുവാനില്ലെന്ന പരാതി. പീച്ചി കണ്ണാറ സ്വദേശി ആളൂക്കാരൻ വീട്ടിൽ ജോസ് മകൻ 42 വയസ്സുള്ള രാജുവിനെയാണ് ഇന്നലെ വൈകിട്ടോടെ കാണാതായത്. കാണാതാകുമ്പോൾ ചാരനിറത്തിലുള്ള ഷർട്ടും കാവി മുണ്ടുമാണ് ധരിച്ചിരുന്നത്. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പീച്ചി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ സിറ്റിയുടെ ചാർട്ടർ ഡേയും അവാർഡ് ദാനവും ശനിയാഴ്ച വൈകിട്ട് തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചിയിലെ പെഗാസസിന്റെ സഹകരണത്തോടെ റോട്ടറി ക്ലബ്ബ് നൽകുന്ന മലയാളി അച്ചീവർ അവാർഡ് കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമന് സമ്മാനിക്കും. തന്റെ പ്രവർത്തന മണ്ഡലത്തിലെ സ്തുത്യർഹമായ സേവനങ്ങളെ മുൻനിർത്തിയാണ് കല്യാണരാമന് അവാർഡ് സമ്മാനിക്കുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രി K. ബാബു, അഡ്വക്കേറ്റ് താരമ്പിൽ രാമകൃഷ്ണൻ MLA തുടങ്ങിയവർ വിശിഷ്ടാതിഥികൾ ആയിരിക്കും. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ സിറ്റി പ്രസിഡന്റ് വിൽസൺ ജോർജ്, മുൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ജോർജ്, S. സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ കാലാവധി തിങ്കളാഴ്ച അവസാനിക്കും. TV ചന്ദ്രമോഹൻ ചെയർമാനായുള്ള ഭരണസമിതിയാണ് 2 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നത്. അടുത്ത ഭരണസമിതിയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ ഭരണസമിതി നിലവിൽ വരാൻ കാലതാമസം ഉണ്ടാകുമെന്നാണ് സൂചന. ഭരണസമിതിയില്ലാത്ത സാഹചര്യത്തിൽ സാമൂതിരി രാജ, മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി എന്നീ 3 സ്ഥിരാംഗങ്ങളും ദേവസ്വം കമ്മീഷണറും അഡ്മിനിസ്ട്രേറ്ററും ചേർന്നാണ് ഭരണം നടത്തുക. 9-അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 3ഉം ഡെമോക്രാറ്റിക് ജനതയ്ക്ക് 1ഉം വീതം പ്രതിനിധികളാണ് ഉള്ളത്. ബാക്കിയുള്ള 2 പ്രാതിനിധ്യങ്ങൾ NSSനും SNDPക്കുമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ UDF സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് NSS, SNDP പ്രതിനിധികൾ ദേവസ്വം ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഈ സംഘടനകൾക്ക് വീണ്ടും പ്രാതിനിധ്യം നൽകണമോ എന്ന കാര്യവും തർക്കത്തിലാണ്. മറ്റ് ഘടകകക്ഷികളുടെ പ്രാതിനിധ്യവും പരിഗണിക്കേണ്ടി വരുമെന്നതും സർക്കാരിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. റിപ്പർ ജയാനന്ദൻ തടവ് ചാടിയിട്ട് നാളേക്ക് 2 മാസം. റിപ്പറിനായുള്ള തിരച്ചിൽ പോലീസ് അവസാനിപ്പിച്ച മട്ടാണ്. കൊടും കുറ്റവാളിയായ റിപ്പർ ജയാനന്ദൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയത് ജൂൺ 9-നാണ്. റിപ്പറിനൊപ്പം തടവ് ചാടിയ ഇയാൾ പിടിയിലായെങ്കിലും റിപ്പർ ഇപ്പോഴും കാണാമറയത്ത് തന്നെ. ഇരട്ടക്കൊല ഉൾപ്പെടെ 7 കൊലക്കേസിലും 14 കവർച്ചാ കേസിലും പ്രതിയായ റിപ്പറിന്റെ രക്ഷപ്പെടൽ ഇയാളുടെ സ്വദേശമായ മാള പള്ളിപ്പുറം നിവാസികൾ ഞെട്ടലോടെയാണ് കേട്ടത്. ഏത് ക്രൂരകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തിയാണ് റിപ്പർ ജയാനന്ദനെന്ന് അവർക്കറിയാം. പ്രദേശവാസിയായ ഒരാൾക്ക് റിപ്പറിന്റെ വധഭീഷണിയും ഉണ്ടായിരുന്നു. റിപ്പർ മാളയിലെത്തിയെന്ന അഭ്യൂഹത്തെ തുടർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണവും നടന്നു. എന്നാൽ റിപ്പറിന്റെ പൊടി കണ്ടെത്താനായില്ല. ജയാനന്ദൻ ജയിൽ ചാടി 2 മാസം പിന്നിടുമ്പോൾ പോലീസ് അന്വേഷണം ഏതാണ്ട് നിലച്ചമട്ടാണ്. ജയാനന്ദനെ തേടി തിരുപ്പതിയിലെത്തിയ പോലീസ് സംഘത്തിലെ ഒരാളുടെ കാലുമൊടിഞ്ഞപ്പോൾ അന്വേഷണത്തിന് താൽക്കാലിക വിരാമമായി. എന്നാൽ കുടുംബവുമായി വൈകാരിക ബന്ധമുള്ള ജയാനന്ദൻ നാട്ടിലെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇതേസമയം ജയാനന്ദനെ കണ്ടതായി ജില്ലയിൽ വ്യാപകമായി അഭ്യൂഹം പ്രചരിച്ചിരുന്നു. റിപ്പർ തടവ് ചാടി 2 മാസം പിന്നിടുമ്പോൾ അന്വേഷണവും വഴിമുട്ടി നിൽക്കുകയാണ്. മറ്റൊരു കൊലപാതകവുമായി റിപ്പർ വീണ്ടും രംഗത്തെത്തുമോ എന്ന ഭീതി പോലീസിനും ഇല്ലാതില്ല. TCV തൃശൂർ. അഡാട്ട് ഫാർമേഴ്സ് സർവീസ് ബാങ്ക് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഭരണസമിതി നടത്തിയ പച്ചത്തേങ്ങ സംഭരണം വഴി ബാങ്കിന് 30 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ച് ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് സുകുമാരൻ നായർ ഉൾപ്പെടെ 11 പേർക്കെതിരെ MV രാജേന്ദ്രൻ നൽകിയ ഹർജിയിലാണ് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് CR ജെയ്സൺ കോടതിയിൽ ഹാജരായി. തൃശൂർ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചത് ഭീതി പരത്തി. കുറുപ്പം റോഡിലെ കൈത്തറി തുണി കച്ചവടം നടത്തുന്ന ചേന്നമംഗലം സ്റ്റോഴ്സിലാണ് അഗ്നിബാധ ഉണ്ടായത്. മെയിൻ സ്വിച്ചിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. തീ പടർന്നത് കണ്ട് സമീപത്തെ സ്ഥാപനങ്ങൾ കുറച്ചു നേരത്തേക്ക് അടച്ചിട്ടു. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീ അണച്ച ശേഷമാണ് സ്ഥാപനങ്ങൾ തുറന്നത്. തീപിടുത്തത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. തൃശൂർ മോക്ഷ ട്രാവലേഴ്സ് സംഘടന ഉത്തരാഖണ്ഡ് ദുരിതബാധിതർക്ക് സമാഹരിച്ച അവശ്യ സാധനങ്ങളുമായി യാത്ര തിരിച്ചു.
ഉത്തരാഖണ്ഡിലെ ദുരിതബാധിത ഗ്രാമങ്ങളിലെ 2000 പേർക്കുള്ള വസ്ത്രങ്ങൾ, മരുന്നുകൾ, വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ എന്നിവയുമായാണ് സംഘം യാത്ര തിരിച്ചിട്ടുള്ളത്. ജില്ലയിലെ വിവിധ ദേവാലയങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, മറ്റു സംഘടനകൾ എന്നിവയ്ക്ക് പുറമെ വ്യക്തികളിൽ നിന്നുമായി സംഘടന ശേഖരിച്ച വസ്തുക്കളാണ് ഉത്തരാഖണ്ഡിലേക്ക് കൊണ്ടുപോകുന്നത്. തൃശൂരിൽ നിന്ന് ട്രെയിൻ മാർഗം ഡെറാഡൂണിലും തുടർന്ന് റോഡ് മാർഗം ഉത്തരകാശിയിലും പിന്നീട് കോണി കുതിരകളുടെ സഹായത്തോടെ ദുരിതബാധിത ഗ്രാമങ്ങളിലും സമാഹരണ വസ്തുക്കൾ ഇവർ നേരിട്ട് എത്തിക്കും. ഇതിനായി സംഘടനയുടെ ഭാരവാഹികളും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഋഷികേശ് കൈലാസ് ആശ്രമത്തിലെ തൃശൂർ സ്വദേശിയായ സ്വാമി മാധവാനന്ദയും മാർഗമധ്യേ ഇവർക്കൊപ്പം ചേരും. സംഘടനാ പ്രസിഡന്റ് MG സുരേന്ദ്രൻ, സെക്രട്ടറി അജിത് കളരിക്കൽ, PR റിജേഷ് എന്നിവരാണ് സമാഹരണത്തിന് നേതൃത്വം നൽകിയത്. ചാലക്കുടി പുഴയിലെ കാടുകുറ്റി കടവിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ആളൂരിൽ താമസിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശി ചീനിവിള വീട്ടിൽ 50 വയസ്സുള്ള ശിവകുമാറാണ് മരിച്ചത്. കുട്ടനെല്ലൂരിലെ ഒരു ഹോട്ടലിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. കുടുംബസമേതം ആളൂരിൽ താമസിച്ചിരുന്ന ഇയാൾ 4 ദിവസം മുൻപാണ് വീട്ടിൽ നിന്ന് പോയതെന്ന് ബന്ധുക്കൾ പറയുന്നു. വാടാനപ്പള്ളി ബീച്ചിൽ കടൽക്ഷോഭം ശക്തമായി. വാടാനപ്പള്ളി AK പീടിക മുതൽ തെക്ക് ഭാഗത്തേക്കാണ് കടൽക്ഷോഭം ശക്തി പ്രാപിച്ചിട്ടുള്ളത്. AK പീടികയ്ക്ക് സമീപം ശക്തമായ കടൽക്ഷോഭത്തിൽ ഏതാനും തെങ്ങുകൾ കടപുഴകി വീണു. സീവാൾ റോഡിനരികിലുള്ള ഇത്തിക്കാട് രാധാകൃഷ്ണന്റെ വീട് ഏറെ അപകട ഭീഷണിയിലാണ്. വീടിന് ചുറ്റും മണൽ ചാക്കുകൾ നിരത്തിയിട്ടുണ്ടെങ്കിലും കടൽ ഭിത്തിയും കടന്നെത്തുന്ന തിരമാലകൾ ഭീതി സൃഷ്ടിക്കുകയാണ്. ചാവക്കാട് അമരാവതി ബാറിന് സമീപമുള്ള തോട്ടിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ചാവക്കാട് ഇരട്ടപ്പുഴ തെക്കഞ്ചേരി വീട്ടിൽ 42 വയസ്സുള്ള ബൈജുവാണ് മരിച്ചത്. ചാവക്കാട് CI KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ജസ്റ്റിൻ വധക്കേസിലെ മുഖ്യപ്രതി പനമുക്ക് സ്വദേശി ബിജുവിനെ തമിഴ്നാട്ടിൽ നിന്ന് നെടുപുഴ SI അനിൽ T മേപ്പുള്ളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ഒളിവിൽ കഴിയുന്നതിനിടെയായിരുന്നു ബിജുവിനെ നെടുപുഴ പോലീസ് പിടികൂടിയത്. ട്രെയിനിൽ നിന്ന് വീണ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട് ചേന്നല്ലൂർ മാണിക്കക്കൊടി വീട്ടിൽ ദിവാകരന്റെ മകൾ 22 വയസ്സുള്ള ജിഷയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 5:45 പുതുക്കാട് പാമ്പാടിക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ട്രെയിനിൽ നിന്ന് വീണ് കിടക്കുകയായിരുന്ന ജിഷയെ നാട്ടുകാരും കൊടകര പോലീസും ചേർന്ന് ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എറണാകുളത്ത് ഫാഷൻ ഡിസൈനിംഗ് പ്രാക്ടീസ് നടത്തിവരികയായിരുന്ന ജിഷ വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ കഴിഞ്ഞ 2 വർഷത്തെ നേട്ടങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ചന്ദ്രമോഹൻ. ചാവക്കാട് ദ്വാരക ബീച്ചിലുള്ള ദേവസ്വത്തിന്റെ സ്ഥലമാണ് ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിനായി പരിഗണിച്ചിട്ടുള്ളത്. സ്ഥലം അനുയോജ്യമാണെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് പ്രദേശവാസികളുടെ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട്. ദേവസ്വം കലാനിലയത്തിൽ കൃഷ്ണനാട്ടം പഠിക്കാനെത്തുന്ന കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. കാലങ്ങളായി കൃഷ്ണനാട്ടത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം TCV പുറത്തുവിട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയുടെ അറ്റകുറ്റപ്പണി സർക്കാർ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനമായതായി ജില്ലാ കളക്ടർ MS ജയ. ജില്ലയിലെ തകർന്ന റോഡുകളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തും. തൃശൂർ വാടാനപ്പള്ളി ലിങ്ക് റോഡ് വികസന നടപടികൾ ഊർജിതമാക്കാൻ തീരുമാനം. റോഡിന്റെ വീതി 17 മീറ്ററായി വർദ്ധിപ്പിക്കാനാണ് ധാരണ. പുണ്യങ്ങളുടെ നിറവിൽ മുസ്ലിം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആയിരങ്ങളെത്തി. ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി ഗീതാറാണി ഉൾപ്പെടെ 4 പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. തൃശൂർ റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കിങ്ഫിഷർ ട്രെയിനിംഗ് അക്കാദമിയാണ്.